ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ചാണ്. ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണെന്നൊക്കെ പഠിച്ചു. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഏരിയ അണ്ടർ എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ ഐഡിയ എല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ഒരു യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് എടുക്കുന്നത്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഒരു ഫ്രീലി ഫോളിങ് ബോഡിയാണ്. ഇത് മുകളിലേക്ക് എറിഞ്ഞ കല്ല് താഴേക്ക് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു കല്ല് മുകളിലേക്ക് എറിയുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതൊരു ഫ്രീലി ഫോളിങ് ബോഡിയാണ്. അങ്ങനെയുള്ള മോഷന് നമ്മൾ പറയുന്നതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആ യൂണിഫോം ആക്സിലറേഷനിലുള്ള മോഷൻ എന്ന് പറയാം. ഇനി എന്തുകൊണ്ടായിരിക്കും ഈ യൂണിഫോം ആക്സിലറേഷൻ എന്നതിനെ പറയുന്നത്? നമുക്കറിയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്സിലറേഷനാണ്. വെലോസിറ്റിയും ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ആക്സിലറേഷനും കണ്ടുപിടിക്കാം. അപ്പോൾ ഏത് ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽ എടുത്ത് നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം ആക്സിലറേഷൻ സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ദി ടൈം സെയിം ആണെങ്കിൽ നമുക്ക് പറയാം അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ ടൈം മാർക്ക് ചെയ്തേക്കുന്നത് കാണാം. 1, 2, 3, 4, 5 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡിൽ. അപ്പം ഞാനിപ്പോൾ ഒരു സെക്കൻഡിലുള്ള അല്ലെങ്കിൽ 1 മുതൽ 2 വരെ സെക്കൻഡ് ടൈമിൽ ആ ബോഡി മൂവ് ചെയ്ത വെലോസിറ്റിയൊക്കെ വെച്ചിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോഴും 2 മുതൽ 3 വരെയുള്ള ടൈമിലുള്ള ആക്സിലറേഷൻ കണ്ടുപിടിച്ചാലും അറ്റ് ദ സെയിം ടൈം 3 മുതൽ 4 വരെ ഉള്ളത് കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ സെയിം ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. ഇവിടെ ടൈം ഇൻ്റർവെൽ സെയിം അല്ലേ. 1 to 2 എന്ന് പറയുമ്പം 1 സെക്കൻഡേ ഉള്ളൂ. 2 to 3 എന്ന് പറയുമ്പോൾ 1 സെക്കൻഡേ ഉള്ളൂ. 3 to 4 എന്ന് പറയുമ്പോഴും 1 സെക്കൻഡേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് 1 to 3 കണ്ടുപിടിക്കാം. അപ്പോൾ 2 സെക്കൻഡാണ് അതിനിടയ്ക്ക് വരുന്നത്. അതുപോലെ 2 to 4 കണ്ടുപിടിക്കാം. 4 to 6 കണ്ടുപിടിക്കാം. അങ്ങനെ ഫിക്സഡ് അല്ലെങ്കിൽ ഈക്വൽ ടൈം ഇൻ്റർവെൽ എടുത്തിട്ട് നമ്മൾ ആ ഭാഗത്തുള്ള വെലോസിറ്റി ചേഞ്ച് കണ്ടുപിടിച്ച് നോക്കിയാൽ നമുക്ക് സെയിം ആയിട്ടാണ് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എന്തോന്ന്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലുള്ള ബോഡിയുടെ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻക്ലൈൻഡ് ടു ദി എക്സ് ആക്സിസ്. അതായത് ഇതുപോലെ ഇൻക്ലൈൻഡ് മീൻസ് കുറച്ചൊന്ന് ചരിഞ്ഞിരിക്കുക. എക്സ് ആക്സിസിലോട്ട് കുറച്ചൊന്ന് ചരിഞ്ഞിരിക്കുന്ന ഒരു ഗ്രാഫായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതും അതുപോലെ ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും XY ആക്സിസ് ഉണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ വെലോസിറ്റി Y ആക്സിസിലാണ്, ടൈം എന്ന് പറയുന്നത് X ആക്സിസിലാണ്. ഒറിജിൻ കാണാൻ പറ്റും. പിന്നെ ടൈം മാർക്ക് ചെയ്തിരിക്കുന്നത് 1, 2, 3, 4 എന്നാണ്. അതുപോലെ വെലോസിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് 10, 20, 30, 40, 50 എന്നാണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. നമ്മുടെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അത്രയും കാര്യങ്ങൾ അറിയാം. ഇനി നമ്മൾ ഈ ഗ്രാഫ് വെച്ച് എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വേണം. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. എന്താണ്? V = U + AT എന്നാണ് ആ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ V കണ്ടുപിടിക്കുക. V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, അത് കണ്ടുപിടിക്കണം. U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, അത് കണ്ടുപിടിക്കണം. A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആൻഡ് T ഈസ് ദി ഗിവൺ ടൈം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഞാൻ
2 ടൈം എടുക്കുകയാണ്. 2 എന്ന് പറയുന്നത് അതായത് 2 സെക്കൻഡിലുള്ള ടൈമും 4 സെക്കൻഡിലുള്ള കാര്യവും പറയാണ്. അപ്പോൾ 2 സെക്കൻഡിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആദ്യത്തെ ടൈമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ T1 എന്ന് മാർക്ക് ചെയ്തു. ആ പൊസിഷന് അല്ലെങ്കിൽ ആ പോയിൻറ്റിന് ഞാൻ എസ് എന്നൊരു പേര് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് കൺസിഡർ ചെയ്ത ടൈം 4 സെക്കൻഡാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്നതോ ഈ 4 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്നുമില്ല, നമുക്ക് T1 T2 എസ് ആർ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ T1 എന്ന് പറയുന്ന പൊസിഷനെ ഞാൻ എസ് എന്നും T2 എന്ന് പറയുന്ന ആ ടൈമിൻ്റെ മാർക്കിങ്ങിന് ഞാൻ ആർ എന്നും റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ T1 ആദ്യത്തെ ടൈമാണ്, T2 രണ്ടാമത്തെ ടൈമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 2 ടൈം ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്പെക്റ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ടൈം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രാഫിൽ ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ആ ടൈമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിലേക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും. അപ്പോൾ ഗ്രാഫിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിൻറ്റിലുള്ള വെലോസിറ്റി ആയിരിക്കും റെസ്പെക്റ്റീവ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന്, അതായത് T1 എന്ന് പറയുന്ന ടൈമിലുള്ള വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഗ്രാഫിൽ എനിക്കിത് ഈ പോയിൻറ്റിലാണ് മീറ്റ് ചെയ്തത്. ആ പോയിൻറ്റിന് ഞാൻ P എന്ന് ഒരു പേര് കൊടുത്തു. അതേപോലെ തന്നെ T2 അല്ലെങ്കിൽ R എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഗ്രാഫിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അത് ഗ്രാഫിൽ ഈ പോയിൻറ്റിലാണ് മീറ്റ് ചെയ്തത്. ആ പോയിൻറ്റിന് ഞാൻ Q എന്നും പേര് കൊടുത്തു. അപ്പം നമ്മളിനി അങ്ങോട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഗ്രാഫിൻ്റെ PQ എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്, ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി ആയതുകൊണ്ട് ഈ ഭാഗത്ത് കൺസിഡർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും സെയിം ടൈം ഇൻ്റർവെല്ലുള്ള വേറൊരു പോർഷൻ കൺസിഡർ ചെയ്താൽ. അപ്പോൾ നമ്മളൊരു ചെറിയ പോർഷൻ എടുത്ത് പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളെല്ലാം PQയിലായിരിക്കും പറയുക. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? T1 എന്ന് പറയുന്ന ഫസ്റ്റ് ടൈമുണ്ട്, T2 എന്ന് പറയുന്ന സെക്കൻഡ് ടൈമുണ്ട്, റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വെലോസിറ്റീസും ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, T1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെയാണെങ്കിൽ Pയിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് വെലോസിറ്റി ആയിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ PS-ലെ PS എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വെലോസിറ്റി അല്ലേ? നിങ്ങളിത് ഈ ഗ്രാഫിൻ്റെ y ആക്സിസ് നോക്ക്. P എന്ന് പറയുന്ന P മുതൽ S വരെയുള്ള പോർഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയെയാണ് കാണിക്കുന്നത്. അതും ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ PS ഈക്വൽ ടു അതേ സെയിം ഡിസ്റ്റൻസ് അല്ലേടാ AR. AR എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? അതായത് ഇത്രയും ഈ 2 പോയിൻ്റ് കൺസിഡർ ചെയ്തതിന് ശേഷം ഞാൻ Pയിൽ നിന്ന് ഈ രണ്ടാമത് നമ്മൾ വരച്ച എക്സ്റ്റൻഷനിലേക്ക് വീണ്ടും ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. അങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ച് കഴിയുമ്പോൾ അത് ഈ പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിന് ഞാൻ A എന്ന് കൊടുത്തു. നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് PQRS എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം കാണാൻ പറ്റും. അല്ലാതെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു സ്ക്വയറും കാണാൻ പറ്റും, ഇവിടെ ഒരു ട്രയാങ്കിളും കാണാൻ പറ്റുമല്ലോ. ഇനി പറയണം PS ഈക്വൽ ടു AR ഈക്വൽ ടു എന്തെന്ന് പറയാം? ഇനീഷ്യൽ വെലോസിറ്റി U ആണെന്ന് പറയാം. നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ, PS എന്ന് പറയുന്ന ലെങ്തും AR എന്ന് പറയുന്ന ലെങ്തും സെയിം ആണ്. അതെന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? അതുകൊണ്ടാണ് കൊടുത്തേക്കുന്നുണ്ടോ PS ഈക്വൽ ടു AR ഈക്വൽ ടു U എന്ന് നമ്മൾ കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ QR എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, അതായത് രണ്ടാമത്തെ ടൈം ഇൻ്റർവെല്ലിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി. QR എന്ന് പറയുന്ന ലെങ്ത് ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ എപ്പോഴും V കൊണ്ടല്ലേ റെപ്രസെൻ്റ് ചെയ്യുക. അതുകൊണ്ട് QR ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? V എന്നും എഴുതാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? PS കിട്ടി, AR കിട്ടി, മൊത്തത്തിൽ QRും കിട്ടി. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെങ്ത് ഉണ്ടോ, QA എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടോ, QA, ആ ലെങ്തും കൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിൽ QR എന്ന് പറയുന്ന ലെങ്തും ഉണ്ട്, AR എന്ന് പറയുന്ന ലെങ്തും ഉണ്ട്. അപ്പോൾ ഈ സ്മോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? QR എന്ന് പറയുന്ന വലിയ ഡിസ്റ്റൻസിൽ നിന്ന് ഈ AR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കുറച്ചാൽ പോരെ. അപ്പോൾ QR മൈനസ് AR ആയിരിക്കും AQ. മനസ്സിലായോ? QR മൈനസ് AR ആയിരിക്കും എന്ത്? നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന AQ എന്ന് പറയുന്ന ലെങ്ത്. അപ്പോൾ QR നമുക്ക് എത്രയാണെന്ന് അറിയാം. എത്രയാണ്? V ആണ്, നമ്മുടെ ഫൈനൽ വെലോസിറ്റിയാണ്.
എ ആറും നമുക്കറിയാം, നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, എത്രയാണ്? യു ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്യു ഈക്വൽ ടു വി മൈനസ് യു എന്ന് എഴുതിക്കൂടെ? ഇതാ ഇവിടെ നോക്ക്, എ ക്യു ഈക്വൽ ടു ക്യു ആർ മൈനസ് എ ആർ ഈക്വൽ ടു വി മൈനസ് യു. ഇത്രയും ഡൗട്ടുണ്ടോ? അപ്പോൾ നമുക്ക് എ ക്യു ഈക്വൽ ടു വി മൈനസ് യു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത ടൈം ഇൻ്റർവെല്ലില്ലേ, T2ഉം T1ഉം. അപ്പോൾ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിലുള്ള ടൈം എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? T2 മൈനസ് T1 എന്ന് ചെയ്യാം. T2 മൈനസ് T1ന് നമ്മൾ T എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. SR ഈക്വൽ ടു T ഈക്വൽ ടു T2 മൈനസ് T1. അപ്പം നമുക്ക് വി മൈനസ് യുവും എന്ന് പറയുന്ന ഇക്വേഷനും കിട്ടി, ടിയും കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. അപ്പോൾ വെലോസിറ്റി ബൈ ടൈമാണ് സിംപ്ലി എന്തോന്ന്, ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്? എ ക്യു. ഈ ട്രയാങ്കിൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എ ക്യുവും ടൈം പി എയും ആണ്, ഇല്ലേ? പി എ എന്ന് പറയുന്നത് എസ് ആറിന് ഈക്വൽ അല്ലേ? വെലോസിറ്റി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി വി മൈനസ് യു ആണ്. ഇവിടുത്തെ ടൈം ഇൻ്റർവെല്ലിൽ ടി ആണ്. അതായത് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് വരില്ലേ? അതാണ് ഇതാ ഈ പേജിലുള്ള ഈ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്ന ആക്സിലറേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് വരും. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എ ടി ഈക്വൽ ടു വി മൈനസ് യു എന്നായി, ഇല്ലേ? ഇനിയാണെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട ഫോർമാറ്റിലോട്ടാക്കാൻ പറ്റും. വി മാത്രം റൈറ്റ് സൈഡിൽ നിർത്തുക, എന്നിട്ട് എ ടിയുടെ കൂടെ എന്ത് ചെയ്യുക, യു കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആഡ് ചെയ്യപ്പെടും. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് നമുക്ക് കിട്ടി. ഇതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫുണ്ട്. ആ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമ്മൾ ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽ എടുത്തു. 2 ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രാഫിലേക്ക് വരച്ചു. അപ്പോൾ നമുക്ക് പി എന്നും ക്യൂ എന്നും 2 പോയിൻറ്റ്സ് കിട്ടി. പി എന്ന് പറയുന്ന ക്യൂവിനെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്നെടുത്തു. ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റിന് ഫൈനൽ വെലോസിറ്റി വി എന്നും എടുത്തു. അതിനുശേഷം നമ്മൾ എസ് ആർ ഈക്വൽ ടു T2 മൈനസ് T1 ഈക്വൽ ടു ടി എന്നെടുത്തു. ക്യു ആർ എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിച്ചു, വി മൈനസ് യു കണ്ടുപിടിച്ചു, അതിന് ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് വന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തു. ഓക്കെ, താങ്ക് യു.